തിരുവനന്തപുരം ഭാഗത്ത് മത്തി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അശാസ്ത്രീയമായ പല കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത്. പക്ഷേ ഇന്ന് രാവിലെ വലിയുതറ കടപ്പുറത്ത് പോയപ്പം നല്ല ചാള വിലയ്ക്ക് കണ്ടല്ലോ, ഉഗ്രം മത്തി കിട്ടി. നല്ല നെയ് മത്തിയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് സ്ഥിരം മത്തി കറി നിങ്ങൾ കാണുന്നല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. വറ്റൽ മുളകിൽ ഇവനെ ഒന്ന് കറി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വറ്റൽ മുളക് അരച്ച് നമുക്കിതിനെ ഒന്ന്, എന്നിട്ട് നമുക്ക് നല്ല കപ്പയും ചുട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്കിട്ട് നമുക്ക് ഇപ്പം കഴുകാൻ തുടങ്ങാം അല്ലേ. കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടോ മത്തിയുടെ കണ്ണ്, എന്താ ആ ഫ്രഷ്നെസ് ഒന്ന് നോക്കി. ഇത് ഈ മുറിവൊക്കെ വന്നിരിക്കുന്നുണ്ടോ, വലയിൽ നിന്ന് അത് മുറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വരുന്നൊരു ഇതാണ് വലയിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവനെ നമുക്ക് കണ്ടോ, ഇതിൻ്റെ ആദ്യം കളയുന്ന നമ്മൾ ഇതിൻ്റെ ഈ ചെതുമ്പൽ കളയാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ പാചകത്തിലോട്ട് ആണുങ്ങൾ ഒരുപാട് കടന്നിരിക്കുകയാണ്. അവർക്ക് പിച്ചാത്തി കൊണ്ട് ചിലപ്പം ചില ഭാഗങ്ങൾ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട. ഫിഷിങ്ങിന് വേണ്ടിയുള്ള കത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഇതൊക്കെ കണ്ടോ, എന്ത് രസമായിട്ടെന്ന് അറിയാമോ. നമുക്ക് ശ്രദ്ധിക്കണം കണ്ടോ, ഇതണ്ട നല്ല വളരെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഈ ചെകള കളഞ്ഞിട്ട് ചെകള ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്കത് ഈ കത്തി ഉണ്ടോ, ഈ കത്തി വെച്ചിട്ട് ഉഗ്രനായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇവനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആണുങ്ങൾ മറക്കണ്ട, ഇതിന് കത്തിരി തീർച്ചയായിട്ടും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ മീനിൻ്റെ മുള്ളു വരെയും നമുക്ക് ഈ കത്തിരി കൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മത്തിയുടെ ഫിനിഷിംഗ് ഉണ്ടായിരുന്നോ, അപ്പോൾ അത് മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത ഓരോന്നോരോന്നായിട്ട് ക്ലീനിങ് തുടങ്ങാം കേട്ടോ. നെയ് മത്തിയുടെ പ്രത്യേകത കണ്ടോ, അതിനകത്ത് കണ്ടോ, ഇതാണ് അത് മുട്ടകളാണ്. ഇതിന് മാത്രമേ കൂടുതൽ നെയ്യ് കാണത്തുള്ളൂ. ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു 4 വെള്ളമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ആയി. ഇനി നമുക്കിത് പിന്നെ കളഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മത്തിക്കൂട്ടപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ മത്തിയുടെ ഫ്രഷ്നെസ് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ണൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ നമുക്ക് നല്ല മസാലയോട്ട് കയറ്റി നമുക്ക് തുടങ്ങാം അല്ലേ. ഓക്കെ, നമ്മുടെ കുട്ടിപ്പെട്ടാളെല്ലാം ഉണ്ടല്ലേ. നമുക്ക് നല്ല മത്തിക്കറി ഉണ്ടാക്കാം. എന്ത് സഹായിക്കണം കേട്ടോ, കൂടെ സഹായിക്കണം. ഇവിടെ ഇരിക്കണം കേട്ടല്ലേ, ഒരിടത്തും പോരുത്. ഇതെല്ലാം നമ്മുടെ കടൽ സൈന്യത്തിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ പരിപാടി അങ്ങ് തുടങ്ങാൻ പോവാണ്. നമുക്ക് വിറക് കത്തിക്കാം ആദ്യം. നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടെങ്കിൽ കത്തി പിടിക്കുകയുള്ളൂ. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് ചെറിയ അംശമുണ്ട്, അതൊന്ന് മാറട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശകലം എണ്ണ ഒഴിക്കുകയാണ്. ശകലം എണ്ണ ഒഴിക്കുന്നു. ഒരുപാട് കൂടുതൽ വേണ്ട, കാരണം നമുക്ക് ആ മസാല ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത്. മോനെ എത്ര പിടിക്കുന്നു നിങ്ങൾ? 3 പിടിക്കുന്നോ? നമുക്കിന്ന് ഈ കറിയെക്കുറിച്ച് എങ്ങനെ വീട്ടിലെങ്ങനെ അമ്മ കറി ഉണ്ടാക്കുന്നതൊക്കെ അടിപൊളിയാണോ? മോന് ഇഷ്ടപ്പെട്ട മീൻ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏത് മോനെ? അയ്യോ, ഒരു രക്ഷയില്ല. ഏത് മീൻ? നെമ്മീൻ. മത്തി, ചാള ഇഷ്ടമുള്ള ആരാണോ? മത്തി ഇഷ്ടമുള്ളത് ചാള കണ്ട. അപ്പോൾ അവനാണ് മത്തി ഇഷ്ടമുള്ളത്, അതായത് ചാള. ചുവണ്ടത്ത് ചാളയാണെന്നല്ല പറയുന്നത്. അപ്പോൾ ചാള അവനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇരിക്കണം. അപ്പോൾ വേറെ എന്തൊക്കെ അറിയാം മീനിനെ കുറിച്ച്? വേറെ നെമ്മീനല്ലാതെ ഏത് മീൻ കൊള്ളാം? ചൂര. നമ്മൾ മണത്തിനും ഗുണത്തിനും വേണ്ടിയായിട്ട് അല്പം ഉലുവാപ്പൊടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് നമ്മളിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞാൽ നമ്മളിടാൻ പോകുന്നത് വറ്റൽ മുളക്. ഇവനെ ഇതിനകത്തിട്ട് നമ്മൾ വറുത്തെടുത്ത് നമ്മൾ ഇവനെ അരയ്ക്കും. നമുക്ക് ഈ സാധനം നല്ല മൂത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് കല്ലിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത്യാവശ്യമുള്ളതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കല്ല് കാണത്തില്ലല്ലോ,
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മിക്സിയിലിട്ട് ഇവനെ അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടല്ലോ. മുളകൊക്കെ നല്ല ഇതായി. അപ്പോൾ ഞാൻ ഇതെടുത്തു കൊണ്ടുപോയി അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, മസാല കുറച്ച് ചൂട് കൂടുതലാണ്, അപ്പോൾ അതവിടെ തണുക്കട്ടെ. അതിനിടയ്ക്ക് കൂടി ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഈ മീൻകറിയുടെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ നമുക്ക് ഈ കപ്പയെ വെറുതെ കിടക്കണം തീക്കകത്തിട്ട് ചുട്ടെടുക്കാം അല്ലേ? എങ്ങനെ നമുക്ക് ഇതിനെ നമുക്ക് അപ്പോൾ ആ കാര്യം കൂടി അങ്ങ് നടക്കട്ടെ എന്ത്. അപ്പോൾ നമുക്കത് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ പോയി വരും. നമ്മൾ ചട്ടി വയ്ക്കാൻ പോവുകയാണ്. ചട്ടി വെച്ചു, ശകലം വെണ്ണ ഒഴിച്ചിടുകയാണ്. ഇതാ വെളുത്തുള്ളി ഇടുന്നു, ഇഞ്ചി കുറച്ചുകൂടി ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി ഇടിക്കുകയാണ്. കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ കേട്ടോ, അപ്പോൾ നമ്മൾ ഇഞ്ചി ഇടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല ചൂടാണ്. കപ്പ കൂടി ഒന്ന് ഇടയ്ക്ക് നോക്കണം, കപ്പ കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കപ്പയ്ക്ക് കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതായി നമ്മുടെ ഇഞ്ചി ഏതാണ്ട് പരുവായി. അപ്പോൾ നമ്മളിതാണ്ട് മിക്സിയിലാണ് അരച്ച് വെച്ചിരിക്കുന്നത്. മിക്സിയിൽ അരച്ച മുളകും മറ്റും നമ്മൾ ഇതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്, കാരണം മത്തിയിൽ കൊഴുപ്പുള്ളതുകൊണ്ട്, കൊഴുത്ത മത്തി ആയതുകൊണ്ട്, നെയ്യുള്ള മത്തി ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് കറക്റ്റ് അളവിലുള്ള വെള്ളം. ആ നെയ്മത്തി ഇത് ആകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിരിക്കും. ട്രിവാൻഡ്രം സ്റ്റൈലാണ് മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട കണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ വേണ്ടോ രണ്ടായിട്ട്, വേവ് കുറവായതുകൊണ്ട് അതിങ്ങനെ മുരിങ്ങയ്ക്ക ഇട്ടു. അതൊന്ന് ഇളക്കണം. കാരണം എന്ന് വെച്ചാൽ അത് മുരിങ്ങയ്ക്ക് വേവ് കൂടുതലാണ്. കളർഫുള്ളാകാനും നമുക്ക് ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയായിട്ട് ഒരു 4 പച്ചമുളക് നമ്മൾ അറുത്തിടുകയാണ്. നമ്മളടുത്ത് തൊണ്ട മുളക് കൂടി 2ആയിട്ട് അരിഞ്ഞിടുകയാണ്. ഒരു 4 തക്കാളിയോളം മുറിക്കാം. ഈ ഒരു പരുവത്തിലിട്ട് കഴിഞ്ഞാൽ എളുപ്പമായി. ആശിച്ച കാര്യങ്ങളെല്ലാം കറിക്കകത്തായി കണ്ടല്ലോ. ഇപ്പം മുരിങ്ങയ്ക്ക് കുറച്ചുകൂടി വേവാനുണ്ട്. ഇതായി. നമുക്ക് ഇനി പുളിയും ഉപ്പും നോക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് ആദ്യം നോക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് ഉപ്പിടുകയാണ്. ഒരു സെക്കൻഡ്, നമ്മുടെ ചുട്ട കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം അവനവിടെ കിടക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് ഒന്ന് മാറ്റിക്കളയാം. അതവിടെ ഇരിക്കട്ടെ. നല്ല ചൂടാ കേട്ടോ. നമുക്ക് ഉപ്പ് നോക്കണ്ടേ? അയ്യോ എൻ്റെ ദൈവമേ, ചൂടാണല്ലോ. ശാല ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ശാല ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഈ അടപ്പൊന്ന് പിടിച്ചു കേട്ടോ. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന മത്തി എടുത്തിടാൻ പോവാ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന മത്തിയെ നോക്കിയേ, ഓരോന്നായിട്ട് എന്താ ഇനി മത്തിയെ ഇളക്കാൻ പാടില്ല. ഒരു അനക്കം മാത്രമേ ഉള്ളൂ.
നമുക്കിനി ഒരു 5 മിനിറ്റ് വേണ്ട, ഇപ്പോഴേ ഒക്കെയാണ്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ ഇവനെ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവനെ അടച്ചു വയ്ക്കാം. നമ്മുടെ കേട്ടോ കറി റെഡിയായിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട, കാരണം നമ്മുടെ ഓൾറെഡി തിളച്ച് കിടക്കുകയാണ്. മീനിൻ്റെ യഥാർത്ഥ ഗുണം, കട്ടി കുറവുള്ള മീനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഗുണം അതൊക്കെ നമുക്ക് ശരീരത്തിൽ കിട്ടും. അല്ലാതെ ഒരുപാട് വെന്ത് ചപ്പിച്ച് കളയരുത്, മീനിൻ്റെ ടേസ്റ്റ് പോകും. ചുട്ട കപ്പയുമായി നമ്മുടെ കുട്ടികളോടൊപ്പം നമുക്ക് കഴിക്കാം. അല്ലേ, കഴിക്കണ്ടേ? പൊളിച്ചെടുക്കാം. നമ്മുടെ കപ്പ കടിയുന്നുണ്ട്, കപ്പ അങ്ങ് പൊളിക്കാം. എന്തായാലും എന്താണ് കറക്റ്റ് വേവാ കേട്ടോ കപ്പ. നമ്മളുണ്ടാക്കിയ മത്തിക്കറി നമ്മളിങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഒരു വക ഒടിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം. അത് ആ ഒരു ടൈമിങ്ങിൻ്റെ ഒരിതാണ്. നമ്മുടെ മുളക്, നമ്മുടെ കുട്ടിപ്പട്ടാളം ഇരിപ്പുണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് കൊടുക്കാം അല്ലേ. ബാ മക്കളെ, അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് നോക്കണ്ടേ? എടുക്കുക, ചൂട് ഓരോന്നായിട്ട് കഴിക്കുന്ന നമുക്ക് കഴിച്ചു. ഇത് കഴിച്ചു നോക്കേ. മത്തി എടുക്കണ്ടേ? മീനും കൂടിയായിട്ട് എടുത്ത് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് മക്കളെ?